ഹലോ കുട്ടിപ്പട്ടാളം, ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മുടെ റൂം ഇങ്ങനെ ആക്കി എടുക്കാം. നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക, എന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു പ്ലേറ്റോ എന്തെങ്കിലും പാത്രം എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മേളിലോട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. ഇനി ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അക്രിലിക് പെയിൻറ്റ് പിങ്ക് ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രസ്സാക്കിയിട്ട് കളയുന്നത്. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പർ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്ത് തന്നെ നമുക്ക് ഇതേപോലെ വിടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഒരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇനി കമ്പിയുടെ ഒരറ്റം ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് മറ്റേ അറ്റത്തൂടെ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ കുത്തി കയറ്റുക. എന്നിട്ട് കയറ്റിയിട്ട് കുത്തി കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴത്തോട്ടാക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലപോലെ കിട്ടും. നമുക്ക് അധികം ടിഷ്യൂ പേപ്പർ എടുക്കേണ്ടി വരില്ല, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ഫുള്ളായിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഇതേപോലെ മടക്കി ഒരു സെല്ലോ ടോപ്പും കൂടെ ഒട്ടിച്ചാൽ ഇത് നമുക്ക് മതിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒട്ടിച്ചേക്കുന്നത്. അങ്ങനെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ലീവ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇതാണ് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് മീഷോ എന്നൊക്കെ മേടിക്കില്ല, പ്ലാസ്റ്റിക് ഇതിൻ്റെ. അങ്ങനത്തെ ഞാൻ മൊത്തം റൂമിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല രസമുണ്ട് കാണാൻ. ഞാൻ പിൻട്രസ്റ്റിൽ ഇതേപോലത്തെ റൂം ഡെക്കോറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. സംഭവം വർക്കിംഗ് ആണ്. ചെയ്ത് നോക്കാൻ മറക്കണ്ട.